വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ അധ്യായം 61 ദൈവത്തിൻ്റെ അഭിഷേകവും രക്ഷയുടെ വാഗ്ദാനവും പ്രഖ്യാപിക്കുന്ന ശക്തമായ ഭാഗമാണ്. ഇതിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ അഭിഷിക്തനായ ദാസൻ ദരിദ്രർക്ക് സദ്വാർത്ത അറിയിക്കുകയും തടവുകാർക്ക് വിടുതൽ നൽകുകയും ദുഃഖിതർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. വിമോചനത്തിന്റെ സദ്വാർത്തയാണ് 1ഉം 2ഉം തിരുവചനങ്ങൾ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. യേശയ്യാ 61:10 ദുഃഖിതർക്കും അടിമപ്പെട്ടവർക്കും ദൈവം സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നതും പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാളകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. യേശയ്യാ 62-ാം അധ്യായം സിയോന്റെ മഹത്വവും ദൈവത്തിന്റെ ജനത്തോടുള്ള സ്നേഹവും പ്രഖ്യാപിക്കുന്ന ഭാഗമാണ്. ദൈവം തന്റെ ജനത്തെ ഹെഫ്സീബ, അതായത് ഇഷ്ടപ്പെട്ടവൾ എന്നും ബെയൂല, അതായത് വിവാഹിത എന്നും വിളിക്കുന്നു. പരിത്യക്ത എന്ന നീയോ വിജനമെന്ന നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എന്റെ സന്തോഷം എന്ന നീയും വിവാഹിത എന്ന നിന്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു, നിന്റെ ദേശം വിവാഹിതയാവും. 62-ാം അധ്യായം 4-ാം തിരുവചനം. യേശയ്യാ 63-ാം അധ്യായം ദൈവത്തിന്റെ നീതിയും പ്രതികാരവും തന്റെ ജനത്തോടുള്ള കരുണയും രക്ഷയുടെ വാഗ്ദാനവും പ്രഖ്യാപിക്കുന്ന ഭാഗമാണ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. 63-ാം അധ്യായം 16-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.